അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാൻ നമ്മൾ നോക്കുമ്പോൾ ഹല്ലിയ, നമ്മുടെ ദൈവത്തിനെ പോലെ ആരുണ്ട്? നമ്മുടെ യേശുവിനെ പോലെ, യേശു കർത്താവിനെ പോലെ വേറെ ആരുമില്ല. യേശു എന്ന നാമത്തിൻ്റെ മുമ്പിൽ സകല മുട്ടും മടങ്ങും. യേശു എന്ന നാമത്തിൻ്റെ മുമ്പിൽ സകല ശക്തിയും ഒതുങ്ങും. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ പോലെ വേറെ ആരുമില്ല. എൻ്റെ യേശു അല്ലാതെ വേറൊരു ദൈവമില്ല. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവചനത്തിനകത്ത്, ഐസയ ചാപ്റ്റർ 40 വേഴ്സ് നമ്പർ 25 നകത്ത് വചനം ഇങ്ങനെ പറയുന്നു: ടു ഹൂം വിൽ യു കമ്പയർ മീ? Who is my equal? Asks the Holy One. Hallelujah. ആ വാക്യം ഒന്ന് വായിച്ച് 25. ഞാൻ ഒരുത്തനെ വടക്കുനിന്ന് എഴുന്നേൽപ്പിച്ചു. യെശയ്യാവിന്റെ 40-25. To whom will നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും? ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? Whom will you compare me to? ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായ ഞാൻ ആരോട് തുല്യനാണ്? Hallelujah. Who is my equal? എൻ്റെ ദൈവത്തിനെ പോലെ തുല്യൻ വേറെ ആരുമില്ല. Hallelujah. There is no one equal to Jesus. Hallelujah. യേശു അല്ലാതെ ഒരു നാമമില്ല. യേശുവിനെ പോലെ മഹത്വമുള്ള നാമം വേറെ എങ്ങുമില്ല. ഇന്ന് വിടുതൽ വേണോ? യേശുവിൻ്റെ നാമം ഉയർത്തിയാൽ മതി. ഇന്ന് രക്ഷപ്പെടണോ? യേശുവിൻ്റെ നാമം ഉയർത്തിയാൽ മതി. ഹല്ലിയ. യേശു എന്ന നാമം എല്ലാ വാതിലുകളുടെയും താക്കോല. ഹല്ലിയ. സകലതും മുഴങ്കാലും മടങ്ങുന്നത് യേശു എന്ന നാമത്തിൻ്റെ മുമ്പിലാണ്. ഹല്ലിയ. ഇന്ന് സകല ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ വചനം ചോദിക്കുന്നു, ഹല്ലിയ, ആരുമായിട്ട്? whom will you compare me to? Who is my equal? സ്തോത്രം. ഹല്ലിയ. അതിൻ്റെ 29-ാം വാക്യത്തിനകത്ത് പറയുന്നു, he gives power to the weak and strength to the powerless. എന്ന് വായിച്ചേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ആമേൻ. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ക്ഷീണിച്ച് ബലമില്ലാതെ ധൈര്യമില്ലാതെ ഇരിപ്പുണ്ടോ? ഇനി വചനം നിങ്ങളെ ബലപ്പെടുത്തണം. ഇനി വചനം നിങ്ങളെ ധൈര്യപ്പെടുത്തണം. സ്തോത്രം. ബലമില്ലാത്തവന് ബലവും ക്ഷീണിച്ചിരിക്കുന്നവന് ബലവും ശക്തിയും ഒക്കെ പകരുന്ന നല്ല കർത്താവ്. സ്തോത്രം. യേശുവിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി ബലമുണ്ടാകാൻ. ഹല്ലിയ. യേശു പലവർക്കും യേശു ഒരു മിത്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം സാധിപ്പിക്കുന്ന വെറും ഒരു നാമമാണ്. പക്ഷേ നോ. ഹല്ലിയ. ജീസസ് ഇസ് എ പവർ ടു ബി റെക്കൺഡ് വിത്ത്. ഹല്ലേലൂയ. യേശു ദൈവമാണ്. ഹല്ലേലൂയ. എന്തോ കാര്യം കാര്യങ്ങളൊക്കെ സാധിപ്പിച്ച് തരുന്ന ഒരു വ്യക്തിയോ ഒരു പാത്രമോ ഒന്നുമല്ല. സ്തോത്രം. ദൈവം സർവശക്തനും സർവവ്യാപിയും. ഹല്ലിയ. സകലത്തിൻ്റെ മീതെ വാഴുന്നവന്. കർത്താവിനെ കുറിച്ച് ആ ഒരു ബോധ്യം തൻ്റെ വചനം പറയാ, ഹി ഗിവ്സ് പവർ ടു ദ വീക്ക്. ബലമില്ലാത്തവന് ശക്തി കൊടുക്കുകയും സ്ട്രെങ്ത് ടു ദ പവർലെസ്. ക്ഷീണിച്ചിരിക്കുന്നവന് ഭയങ്കര സ്ട്രെങ്ത്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നടക്കുവാൻ മാത്രമല്ല, ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ, തളർന്നിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഒന്ന് ശടകൊടഞ്ഞ് ഒന്ന് എഴുന്നേൽക്കുവാൻ കർത്താവ് എത്ര ധൈര്യം പകരുന്നു. ഹല്ലേലൂയ. എൻ്റെ യേശു കർത്താവിൻ്റെ ജീവിതത്തിനകത്തെ പല കാര്യങ്ങളും അത്ഭുതങ്ങളും നടന്ന കാര്യങ്ങളും, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കയറി ക്രൂശിനെ തോപ്പിച്ചു, മരണത്തിനെ തോപ്പിച്ചു, സകലത്തിനെയും പിശാചിൻ്റെ സകല തന്ത്രത്തിനെയും തോപ്പിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവനോടെ ഇരിക്കുന്നത് നമ്മൾ ചിന്തിക്കുമ്പം തന്നെ എത്രയധികം നമുക്ക് ധൈര്യവും ബലവും പകരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് ധൈര്യമില്ലാത്തവന് ധൈര്യവും ബലമില്ലാത്തവന് ബലവും പകർന്ന്. ഹല്ലേലൂയ. അതിൻ്റെ 30-31 വാക്യങ്ങൾ വായിച്ച്. 40-30-31. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ അത് ശ്രദ്ധിക്കണേ. ബാല്യക്കാര് ക്ഷീണിച്ചു പോകും, ചെറുപ്പക്കാര് ക്ഷീണിച്ചു പോകുമായിരിക്കും, നന്നായി ഭക്ഷണം കഴിക്കുന്നവർ ക്ഷീണിച്ചു പോകുമായിരിക്കും, നന്നായി പണമുള്ളവർ ക്ഷീണിച്ചു പോകുമായിരിക്കും, നല്ല ജീവിത സാഹചര്യമുള്ളവർ ചിലപ്പോൾ ക്ഷീണിച്ചു പോകുമായിരിക്കും, പലവരും ചുറ്റിനും നിന്ന് ക്ഷീണിച്ചു പോകുമായിരിക്കും. പക്ഷേയോ those who trust in the Lord. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യഹോവയെ
വിശ്വസിച്ച് നിന്ന്, ദോസ് ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, കാത്തു നിൽക്കുക, എന്നുവെച്ചാൽ ക്ഷമയോടെ പിടിച്ചു നിന്ന് യേശു എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും, യേശു എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നവനെ കുറിച്ച് പറയുകയാണ്. അവർ പുതിയ ശക്തി പ്രാപിക്കും എന്ന് പറഞ്ഞ് ഇന്ന് ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്തൊക്കെ ഭാരപ്പെട്ട് ഇതെത്ര കാലമായി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയത്തിനകത്ത് ഞാൻ ബലപ്പെടും. എനിക്ക് ബലമുണ്ടാകും, ഉയരത്തിൽ നിന്നുള്ള ബലം എൻ്റേതാണ്, എൻ്റെ അവകാശമാണ്. ഇന്ന് കർത്താവ് എന്നെ ബലപ്പെടുത്തുക. ഞാൻ ഇന്ന് എൻ്റെ സാഹചര്യത്തിനകത്ത് ഞാൻ ബലപ്പെട്ടിട്ട് അവർ കഴുകനെ പോലെ ചിറകടിച്ച് എഴുന്നേക്കും, ചിറകടിച്ച് ഉയരും. കഴുകൻ എങ്ങനെയാണ് പറക്കുന്നത്? മണ്ടയ്ക്ക് ഉയരത്തിൽ ചെന്ന് പറക്കുന്നത്. കഴുകൻ പറക്കുന്നിടത്തു നിന്ന് താഴേക്ക് നോക്കുമ്പം വിഷയങ്ങളെല്ലാം നിസ്സാരമാണ്. അല്ലെങ്കിൽ കഴുകൻ പറക്കുന്ന അത്രയും ഉയരത്തിൽ നിന്ന് കഴുകൻ താഴോട്ട് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും തീരെ ചെറുതാണ്, കുഞ്ഞ് അല്ലേ. ഇന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അപ്പായുടെ മടിയിലിരുന്ന് ഞാൻ താഴോട്ട് എൻ്റെ വിഷയങ്ങളെ നോക്കും. ഇന്ന് വിഷയങ്ങളെ സമമായി നിന്നല്ല വിഷയങ്ങളെ നോക്കേണ്ടത്, പക്ഷേ ഇന്ന് സ്വർഗത്തിലെ അപ്പായുടെ മടിയിൽ കയറി ഇരുന്നിട്ട് വിഷയങ്ങളെ നോക്കണം, ഉയരത്തിൽ കയറിയിരുന്ന് വിഷയങ്ങളെ നോക്കണം. ഞാൻ പറയട്ടെ, ഉയരത്തിൽ കയറിയിരുന്ന് വിഷയങ്ങളെ നോക്കുമ്പോൾ വിഷയങ്ങളെല്ലാം തീരെ ചെറുതായിരിക്കും, അതെല്ലാം കുഞ്ഞ്, അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ വിഷയങ്ങളോട് സമാസമമായിട്ട് നിന്നിട്ട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ വിഷയങ്ങൾ നിങ്ങളെക്കാട്ടിലും വലുതായിട്ട് തോന്നും. ഇന്നൊന്ന് പറഞ്ഞ്, ഞാൻ കഴുകനെ പോലെ ഞാൻ ഉയരത്തിൽ നിന്ന് ഇന്ന് എൻ്റെ പ്രശ്നങ്ങളെ നോക്കാൻ പോകുന്നത്. സ്തോത്രം. പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തിയുമില്ല ലോകത്ത്. സകലമാന ആൾക്കാർക്കും വിഷയങ്ങളുണ്ട്. പക്ഷേ വിഷയങ്ങളെ കൈകാര്യം എങ്ങനെയാണ് ചെയ്യുന്നത്? നിലത്ത് നിന്ന് വിഷയങ്ങളെ സമാസമം നിന്നാണോ, അതോ സ്വർഗത്തിൽ ഉയരത്തിൽ കയറി കഴുകൻ ഉയരത്തിൽ പറക്കുന്നത് പോലെ ഞാനും ഇന്ന് ഉയരത്തിൽ ഇരുന്നിട്ട് ഞാൻ താഴേക്ക് എൻ്റെ വിഷയത്തെ നോക്കി നിന്ന് വിഷയങ്ങളെ നോക്കി പറഞ്ഞ്, വിഷയങ്ങളെ നിങ്ങളൊക്കെ താഴെ കിടക്കുന്നതാ, നിങ്ങളൊന്ന് നിസ്സാരമഹല്യ. ഉയരത്തിൽ അപ്പായുടെ മടിയിൽ കയറി ഇരുന്നിട്ട് വിഷയങ്ങളെ നോക്കുമ്പോൾ ഒന്നുമില്ല. വിഷയങ്ങളൊക്കെ തീരെ ചെറുതാ, അതൊക്കെ ഒന്ന് ഊതിക്കളയാനേ ഉള്ളൂ, ഒന്ന് തട്ടി ദൂരെ കളയാനുള്ളതേ ഉള്ളൂ. സ്വർഗത്തിലെ അപ്പായുടെ മടിയിൽ കയറിയിരുന്ന് വിഷയങ്ങളെ നോക്കുമ്പം ഞാൻ പറയാം, വിഷയങ്ങൾ ഭയന്നു പോകും അല്ലേ. നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പം ചെയ്തിട്ടില്ലേ, വഴക്കിടാൻ വല്ല പിള്ളേരൊക്കെ വന്നിട്ടുള്ളപ്പം ഓടിച്ചെന്ന് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും മടിയിൽ കയറി ഇരുന്നിട്ട് എന്നിട്ട് പറയാം, നീ ഇനി ഒന്ന് എന്നെ പിടിക്കാൻ വന്നേ എന്ന് ചോദിക്കും അല്ലേ. അതേപോലെ ഇന്ന് ആത്മാവിൽ സ്വർഗത്തിലെ അപ്പായുടെ മടിയിൽ കയറി ഇരുന്നിട്ട് വിഷയങ്ങളെ കൊഞ്ഞണം കുത്തി കാണിച്ചിട്ട് ചോദിക്കണം, നിങ്ങൾ എന്നെ ഒന്ന് തൊടാൻ വന്നേ, നിങ്ങൾക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. എന്താണെന്നറിയോ, ഞാൻ എന്നെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന വചനം. അവിടെ ചോദിച്ചത്, എന്നെ പോലെ ആരുണ്ട്, എനിക്ക് തുല്യനായി ആരുണ്ട്, നിങ്ങൾ ആരാണെന്നാണ് പറയുന്നത് എന്നൊക്കെയാണ് വചനം ചോദിച്ചേ. എൻ്റെ ശക്തനും വീരനുമായ സ്വർഗത്തിലെ അപ്പായുടെ അരികത്ത് കയറിയിരുന്ന്, അല്ല ഞാൻ പറയാം പ്രിയപ്പെട്ട മക്കൾ കയറിയിരിക്കുന്ന സ്വർഗത്തിലെ അപ്പായുടെ മടിയിൽ കയറിയിരുന്നിട്ട് വിഷയങ്ങളെ നോക്കിയിട്ട് പറയണം, നിങ്ങൾ ആരോടാ കളിക്കാൻ വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വിഷയങ്ങൾ നമ്മളെ കാണുമ്പം പരിഭ്രമിച്ചു പോകണം. ഔവയ്ക്ക് പറ്റിയ വിഷയം എന്താണെന്നറിയോ? ഔവ ഹല്ലേലൂയ ഏദൻ തോട്ടത്തിൽ ഔവ വിഷയത്തിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നു. വിഷയം വന്നിങ്ങനെ വിഷയം പറഞ്ഞു, ദേ ആകർഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. വിഷയം വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു നിങ്ങൾ കഴിക്കല്ലെന്ന്, നിങ്ങളോട് ആര് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലെന്ന്, ഇങ്ങനെയല്ലേ. അപ്പം ഇട്ടുകൊടുത്തു, ചിന്തയ്ക്കായിട്ട് അങ്ങ് ഇട്ടുകൊടുത്തിട്ട് ഔവ ചെയ്ത ഒരു പ്രശ്നം, ഒരു കുഴപ്പമുണ്ട്. ഔവ ഈ വിഷയത്തിനോട് അങ്ങ് സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിച്ച് വിഷയത്തിനകത്ത് അങ്ങ് വീണ് കൊഴിഞ്ഞുപോയി, പാപത്തിനകത്ത് പെട്ടുപോയി, ഊരി പുറത്തു വരാൻ പറ്റാത്ത വണ്ണം ആയിപ്പോയി, കുറ്റബോധം കൊണ്ട് നിറഞ്ഞുപോയി. ഇന്ന് വിഷയങ്ങളെ നോക്കി ഒന്നും പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട. ഇന്ന് ചെയ്യേണ്ടത് അപ്പായുടെ മടിയിൽ കയറി ഇരുന്നിട്ട് വിഷയങ്ങളോട് പറയണം, നിങ്ങൾ ചെറുതാ, നിങ്ങളൊന്നുമില്ല, ഊതിക്കളയാനുള്ളതേ ഉള്ളൂ, തട്ടിക്കളയാനുള്ളതേ ഉള്ളൂ. ഹല്ലിയ. ഇങ്ങനെ ചെയ്യുമ്പം പുതിയ ശക്തി പ്രാപിക്കും. സ്തോത്രം. 31 പറയുന്ന 40:31 പറയുന്നേ, കർത്താവിൽ കാത്തിരിക്കുന്നവർ, കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്നവർ, കർത്താവിൽ പ്രതീക്ഷ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നവർ, അവർ പുതിയ ശക്തി പ്രാപിക്കും. സ്തോത്രം. എങ്ങനെയാണ് പുതിയ ശക്തി പ്രാപിക്കേണ്ടത്? പുതിയ ഒരു ധൈര്യം, ആ ധൈര്യം വരേണ്ടത് എൻ്റെ ദൈവം ആരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ ധൈര്യം ഉണ്ടാകുന്നത്. എൻ്റെ കർത്താവ് ആരാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് നേരാവണ്ണം
നിൽക്കാൻ പറ്റുന്നത്. കാൽവരി ക്രൂശിൻ്റെ ചുവട്ടിൽ ചെന്ന് നിന്നത് അത്രയും ശിഷ്യന്മാരുടെ ഇടയിൽ ഒറ്റയൊരുത്തിനെ ഉള്ളായിരുന്നു, യോഹന്നാൻ മാത്രമേ ഉള്ളായിരുന്നു. മാറത്ത് കിടന്ന യോഹന്നാൻ, അത്ഭുതങ്ങൾ കണ്ട യോഹന്നാൻ, യേശു കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം ഈ 3 പേരെ കൂടെ കൊണ്ടുവരുന്നു, യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും. അപ്പം യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞായിരുന്നു യോഹന്നാൻ. യേശുവിൻ്റെ വലുപ്പവും മഹത്വവും അത്ഭുതവും തിരിച്ചറിഞ്ഞായിരുന്നു. മാറത്ത് കിടന്നതല്ലേ, വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ആരാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഭയമില്ലാതെ വിറച്ചോടിപ്പോകാതെ കാൽവരി ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ ധൈര്യം കിട്ടിയത്. സ്തോത്രം. പക്ഷെ മറ്റുള്ളവരൊക്കെയോ ഓടിപ്പോയി. എന്താ വെച്ചാൽ അവർ തിരിച്ചറിഞ്ഞില്ല, ഹല്ലേലൂയ, ഈ ജഡത്തിൽ വന്ന് ഇത് ദൈവം തന്നെയാണെന്ന്. അവരെ അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല. ഇന്നും അങ്ങനെ ആൾക്കാരുണ്ടല്ലേ, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണും, പക്ഷേ ഇത് മഹാദൈവമാണെന്നുള്ള തിരിച്ചറിവില്ല. ഇന്ന് ആ മഹാദൈവമാണെന്നുള്ളൊരു തിരിച്ചറിവ് അകത്തുണ്ടാവണം. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന ദൈവം ഈ ലോകത്തിനെക്കാട്ടിലും വലിയവനാ. എൻ്റെ സകല വിഷയങ്ങൾ കൂടിച്ചേർന്നാലും അതിലും 10,000 ഇരട്ടി വലുപ്പമുള്ളവനാ. എന്തും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാ എൻ്റെ കർത്താവെന്ന് ആ ബോധ്യം അകത്ത് വരുമ്പോൾ ഹല്ലേലൂയ പുതിയ ശക്തി പ്രാപിക്കും. ഇന്ന് പുതിയ ശക്തി പ്രാപിക്കണോ? കർത്താവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റണം. എന്നൊരു വചനം പറയുന്നു, അവനെ കാത്തിരിക്കുന്നവർ അവർ പുതിയ ശക്തി പ്രാപിക്കുക മാത്രമല്ല, അവർ കഴുകൻ്റെ they will soar high on wings like eagles. കഴുകനെ പോലെ ചിറകടിച്ച് ഉയർന്ന് അവരെത്ര ഓടിയാലും അവർ ക്ഷീണിച്ചു പോവത്തില്ല, അവരെത്ര നടന്നാലും അവർ തളർന്ന് വീഴത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ് എൻ്റെ വിഷയങ്ങളുടെ മേൽ ഞാൻ നടക്കും. ഹല്ലേലൂയ. എൻ്റെ വിഷയങ്ങളെക്കാട്ടിലും മുമ്പേ ഞാൻ നടക്കും. ഞാൻ പറയട്ടെ, നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുമ്പേ അത്ഭുതവും അടയാളവും പോകണം, അല്ലാതെ വിഷയങ്ങളല്ല. ഹല്ലേലൂയ. എവിടെ പോകുന്നിടത്തും അയ്യോ 150 വിഷയമുണ്ട് എന്ന് പറഞ്ഞല്ല, പ്രാരാബ്ധക്കാരായിട്ടല്ല പോകേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ സേവിക്കുന്ന ദൈവം എൻ്റെ സകല ആവശ്യത്തിലും ഇറങ്ങി വരുന്ന നല്ല കർത്താവ്. ഹല്ലേലൂയ. വെളിപാട് പുസ്തകത്തിനകത്ത് വരുമ്പം 1-ാം അധ്യായത്തിനകത്ത് വരുമ്പം ഈ സർവശക്തനായ ദൈവത്തിൻ്റെ രൂപം നമ്മളവിടെ കാണുന്നുണ്ട്. 13, 14, 13 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ അല്ലേ, എന്തുവാണ്? മാറത്ത് പൊൻകച്ച അണിഞ്ഞവൻ, ഹല്ലേലൂയ, അതോറിറ്റി കാണിക്കുന്നവൻ, ദൈവത്തിൻ്റെ ആ അധികാരം കാണിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് അധികാരം, ഇന്ന് ക്രിസ്തുവിന് സ്ഥാനം ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടോ? ക്രിസ്തു വാഴുന്നുണ്ടോ? ക്രിസ്തു അധികാരിയായി അധികാര പദവിയിൽ ഇന്ന് ജീവിതത്തിനകത്ത് ഇരിപ്പുണ്ടോ? ഞാൻ പറയുന്നു, ഒന്നും ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ദൈവം ഇന്നും വാഴുന്നുണ്ട്. ഇന്നും സിംഹാസനത്തിൽ വാഴുന്നവനാ എൻ്റെ കർത്താവ്. സകലത്തിൻ്റെ മീതെ വാഴുന്നവനാ എൻ്റെ ദൈവം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിനകത്ത് പറയുന്നു, വെളിപാട് 1:13 മാറത്ത് പൊൻകച്ച അണിഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം രാജാവ് എന്ന് വിളിച്ചു പറഞ്ഞ്, എൻ്റെ യേശു രാജാവാ. ഹല്ലേലൂയ. രാജാവാകുമ്പോൾ രാജാവിന് സകല അധികാരമുണ്ട്. രാജാവിന് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട്. രാജാവിന് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ അധികാരമുണ്ട്. ഇങ്ങനെ ഒന്ന് വിരൽ ഞൊടിച്ചാൽ സകല കാര്യങ്ങളും ആ വിരലിൻ്റെ ഞൊടിക്കുന്ന അനുസരിച്ചേ പറ്റൂ. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് 14 പറയുന്നു, അതൊന്ന് വായിച്ച് 14. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ, എൻ്റെ കണ്ണോ ഹിമത്തോളം വെള്ളയും. കണ്ണിനെ കുറിച്ച് നോക്കുന്ന കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തവണ്ണം. ഞാൻ പറയുന്ന അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുകളും കൊണ്ട് ഇന്ന് നിങ്ങളുടെ വിഷയങ്ങളെ നോക്കിയാൽ ആ വിഷയങ്ങളൊക്കെ കത്തിച്ചാമ്പലായി പോകും. ഇന്ന് അധികാരമുള്ള കർത്താവിനോട് പറയണം, കർത്താവെ, അങ്ങയുടെ കണ്ണുകളും കൊണ്ട്, അങ്ങയുടെ അഗ്നിജ്വാല കണ്ണുകളും കൊണ്ട് എൻ്റെ ആ വിഷയത്തെ ഒന്ന് നോക്കിക്കേ. നോക്കുമ്പോൾ ഹല്ലേലൂയ, ആ വിഷയം ചാമ്പലായി തീരുന്നു. അപ്പായുടെ മടിയിൽ കയറി ഇരുന്നിട്ട് അപ്പായുടെ കാതിനകത്ത് പറയണം, അപ്പായെ, എൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന വിഷയമുണ്ട്, ആ വിഷയം അങ്ങയുടെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളും കൊണ്ട് നോക്കുമ്പോൾ അത് കത്തിച്ചാമ്പലാവുന്ന ഇന്ന് ഞാൻ കാണും. ഹല്ലേലൂയ. കർത്താവിനോട് പറയേണ്ട, കർത്താവെ ചെയ്യണമെന്ന്. കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ മതി. അങ്ങയുടെ അഗ്നിജ്വാല കണ്ണുകളും കൊണ്ട് നോക്കുന്നതിനായി സ്തോത്രം. എൻ്റെ ആ ഭാരങ്ങൾ, എൻ്റെ ആ വിഷയങ്ങൾ, എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത് സകലതും കരിഞ്ഞു പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. 15 പറയുന്നു, 15 വായിച്ച്. അവൻ്റെ കാലുലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും
അവിടുത്തെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായി. യേശുവിന്റെ ശബ്ദം എന്ന് കേട്ടാൽ യേശുവിന്റെ കർത്താവ് വർണ്ണിക്കുക അല്ലേ, കർത്താവിനെ കുറിച്ച് വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ എത്ര തീക്കകത്തും എൻ്റെ ദൈവത്തിന് നിൽക്കാം, ഒരു തീയും എൻ്റെ ദൈവത്തിനെ കെടുത്തി കളയത്തില്ല. തീ ഇന്ന് യേശുവിലാണോ ഇരിക്കുന്നത്, ഇന്ന് യേശുവിലാണോ വസിക്കുന്നത്, പറയണം. എത്ര തീ വന്നാലും എത്ര വിഷയം വന്നാലും എൻ്റെ കർത്താവ് അതിൻ്റെ മീതെ നിന്നതുപോലെ, അതിൻ്റെ മേളിൽ കയറി നിന്നതുപോലെ ക്രിസ്തുവിൽ വസിക്കുന്ന ഞാനും ആ വിഷയത്തിൻ്റെ മേളിൽ കയറി നിൽക്കും. സ്തോത്രം. ഒരു വിഷയവും എന്നെ വിഴുങ്ങിക്കളയത്തില്ല. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, വിഷയങ്ങളല്ല നിങ്ങളെ ഭരിക്കേണ്ടത്, യേശു ആരാണെന്നുള്ള ബോധ്യമാണ് ഭരിക്കേണ്ടത്. ഹല്ലേലൂയ. ജീവിതത്തിനെ നോക്കിയിട്ട് എൻ്റെ യേശു ആരാണെന്നറിയാമോ, ഈ ബോധ്യമാണ് ഭരിക്കേണ്ടത്. ഹല്ലേലൂയ. അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവൻ വിഷയങ്ങളെ നോക്കിയാൽ വിഷയങ്ങൾ ചാമ്പലായി പോകും. അഗ്നിജ്വാല വെള്ളോടിന് സമമായ കാലുള്ളവൻ, ഹല്ലേലൂയ, ആ കാലുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു വീട്ടിൽ ചെന്ന് ഇങ്ങനെ അവരെ ബലപ്പെടുത്തി. അവർ വലിയ 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 വിഷയത്തിനകത്ത് അവർ കിടക്കുമായിരുന്നു. വലിയ വിഷയം എന്ന് പറഞ്ഞാൽ പോലെ അവർക്ക് ഈ രാജ്യത്തു നിന്ന് കയറിപ്പോകാൻ അവരുടെ പാസ്പോർട്ട് എക്സ്പയറായി, അവരുടെ വിസയില്ല, സാമ്പത്തികമില്ല. അവരൊരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റിൽ അവർ ഗതികെട്ട് അവർ താമസിക്കുക. വെള്ളം എടുക്കണമെങ്കിൽ 5 നില സ്റ്റെയർ കേസെ കയറിപ്പോയി ആ ആൻറ്റി വെള്ളം എടുക്കണം. ആരുടെയോ ബാത്റൂമിൽ ചെന്നാണ് വെള്ളം എടുക്കുന്നത്. അങ്കിളിന് കണ്ണ് കാണത്തില്ല, ഇവർക്ക് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല, ഒരു ഗതിയുമില്ല, പരഗതിയുമില്ല. ഞങ്ങൾ കർത്താവിൻ്റെ ഈ നല്ല സുവിശേഷവുമായിട്ട് അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീട്ടിൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ ബലപ്പെടുത്തി. അവരുടെ ജീവിതം മൊത്തം ഒന്നുമില്ല, വെറും ഒരു കച്ചട ബോക്സ് പോലെ ആയിപ്പോയി അവരുടെ ജീവിതം. അത്ര മോശമായി, ഗതികെട്ടുപോയി. അവരുടെ വീടിൻ്റെ അടുത്തുള്ള കച്ചട ബോക്സിൽ നിന്ന് പോലും ഗതി കെട്ടിട്ട് അവർ പോയി ആഹാരം എടുത്ത് കഴിക്കേണ്ടി വന്നു. അത്ര മോശപ്പെട്ടു പോയി അവരുടെ ജീവിതം. വളരെ ലേജനയിൽ ജീവിച്ച ഒരു കുടുംബം, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ഹസ്ബൻഡും വൈഫും. അവരുടെ മോൻ തല തിരിഞ്ഞു പോയി. അപ്പം മൊത്തം ഭയങ്കര മ്ലേച്ഛതയിൽ കിടക്കുന്ന. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീട്ടിൽ ചെന്ന് ഈ നല്ല കർത്താവിൻ്റെ സുവിശേഷം അവരോട് പറഞ്ഞു. അവർ സുവിശേഷം നേരത്തെ കേട്ടിട്ടുള്ളതാണ്, പക്ഷേ ഈ സത്യവചനത്തിൻ്റെ വെളിപാട് അവർക്കില്ലായിരുന്നു. അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ദൈവം ആരാണെന്ന് അവർക്ക് ബോധ്യമാക്കി കൊടുത്തു. അവരോട് പറഞ്ഞു മനസ്സിലാക്കി. അവർ പ്രാർത്ഥിക്കാൻ പാട്ടുപാടാനൊക്കെ അവരെ അങ്ങനെ ചെന്ന് കണ്ടു, ഫോൺ വിളിച്ചു, ബലപ്പെടുത്തി. അവർ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പം അവർ കണ്ട ഒരു ദർശനമാണ്. അവരുടെ വീട്ടിനകത്ത് വെള്ളോടിന് സമമായ കാലുള്ളവൻ സ്വർണ്ണ കാലോടെ അവരുടെ വീട്ടിനകത്ത് കാലുകുത്തി കയറി വരുന്നു. അവരിത് ഞങ്ങളോട് പറഞ്ഞപ്പം പറഞ്ഞു, യേശു നിങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങളുടെ വിഷയങ്ങൾ മാറും, നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും. ഒരു 24 മണിക്കൂറിനകം 48 മണിക്കൂറിനകം അവരുടെ സകല വിഷയവും മാറി. അവരെ ഈ ദേശത്തു നിന്ന് വിസയൊന്നും ഇല്ലാത്തവർ അവർ ഗവൺമെൻറ് മുഖാന്തരം ഇന്ത്യയിൽ ആരൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഇടപെട്ട് അവരെ കൊണ്ടുപോയി അവരുടെ സകല കടങ്ങളും എഴുതിത്തള്ളി അവരെ കൊണ്ടുപോയി. അങ്കിളിൻ്റെ കണ്ണിന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അവരിന്ന് ശുശ്രൂഷക്കാരായിട്ട് അവർ നിൽക്കുന്നു. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അവർ നിൽക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ദൈവം ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്തെ വിഷയങ്ങൾ മാറും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറും, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറും. ഹല്ലേലൂയ. ഇന്ന് വേണ്ടത് എൻ്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളിപ്പോഴും അതെ, നമ്മൾ പ്രായമായാലും എത്ര ആയാലും നമ്മളുടെ അപ്പനും അമ്മയും നമ്മുടെ ജീവിതത്തിൽ അവർ വലിയ മെഗാ സ്റ്റാർസ് അല്ലേ. നമ്മുടെ അപ്പനും അമ്മയും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് എപ്പോഴും കേട്ടോ. എനിക്ക് നിങ്ങളുടെ കാര്യം അറിയത്തില്ല, പക്ഷെ എനിക്ക് എൻ്റെ കാര്യം അറിയാം. എന്ത് ജീവിതത്തിനകത്ത് എത്ര വിഷയം ഉണ്ടെങ്കിലും എൻ്റെ അപ്പനും അമ്മയ്ക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയവും ഇല്ലെന്നാണ് എൻ്റെ അകത്തെ ആ കാഴ്ചപ്പാട്. എൻ്റെ ദൈവത്തിന് ഓഫ്കോഴ്സ് എല്ലാം ചെയ്യാൻ സാധിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് അപ്പയുടെ മുമ്പിടും ചെന്ന് പറയും. എന്നുവെച്ചാൽ എൻ്റെ അകത്ത് ഇപ്പോഴും ആ കൊച്ചു കുഞ്ഞിനെ പോലെ കിടക്കുന്ന ഒരു ചിന്തയുണ്ട്, എൻ്റെ അപ്പനും അമ്മയും ഈ ലോകത്തെ ഏറ്റവും എല്ലാം കൈകാര്യം ചെയ്യാൻ എല്ലാ കഴിവുമുള്ള അച്ഛനും അമ്മയാണെന്ന്. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം ദൈവത്തിനെ കുറിച്ചുണ്ടായാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഏത് വിഷയം വന്നാലും, ഏത് പാതിരാത്രിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ പറയട്ടെ, എൻ്റെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾക്ക് ആ വിഷയം കടന്നു പോകാൻ പറ്റും. ആ നദി കടക്കാൻ ധൈര്യം കിട്ടും. എത്ര പെരുവെള്ളം പോലെ വിഷയം വന്നാലും വിഷയത്തെ നോക്കി പറയാൻ പറ്റും, എൻ്റെ ദൈവം നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ
എന്നിട്ട് ആ വാക്യം പറയുന്ന വെളിപാട് 1:15 പറയുന്നു, അവൻ്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദമോ ഹല്ലേലൂയ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ നിൽക്കത്തില്ലെന്നേ. നിങ്ങളോട് അലറി വരുന്ന വിഷയങ്ങളോട് പറയണം, എൻ്റെ കർത്താവിൻ്റെ ശബ്ദം ഈ വിഷയത്തിനെക്കാട്ടിലും വലുതാ, വിഷയങ്ങളുടെ ശബ്ദത്തിനെക്കാട്ടിലും വലുതാ. ഇന്ന് കടക്കാർ വന്ന് ഡോറിൽ വന്ന് അടിച്ചിട്ട് ബഹളം വെക്കുന്നുണ്ടോ? അവരെ നോക്കിയിട്ട് പറയണം, എൻ്റെ സ്വർഗത്തിലെ അപ്പായുടെ ശബ്ദം നിങ്ങളുടെ ശബ്ദത്തിനെക്കാട്ടിലും വലിയ ശബ്ദമാണ്. ഹല്ലേലൂയ. ഇന്ന് കേൾക്കേണ്ടത് കടക്കാർ അലറുന്ന ശബ്ദമല്ല കേൾക്കേണ്ടത്, ഇന്ന് സ്വർഗത്തിലെ അപ്പ സംസാരിക്കുന്ന ശബ്ദം കേൾക്കണം. ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ അപ്പ സംസാരിക്കുന്ന ശബ്ദം കേട്ടാൽ ജീവിതത്തിനകത്ത് എല്ലാ സാഹചര്യങ്ങളും മാറിപ്പോകും. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ പോലെ ആരുമില്ല. സ്തോത്രം. യെശയ്യാവിൻ്റെ 41 അതിൻ്റെ 17 വാക്യത്തിനകത്ത് പറയുന്നു. ആ 17 വാക്യം എന്ന് വെച്ചാൽ ഐസിയ 41 വേഴ്സ് നമ്പർ 17. എളിയവരും ദരിദ്രരുമായവർ വെള്ളം തിരഞ്ഞെടു നടക്കുന്നു, ഒട്ടും കിട്ടാകയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകും. അവർ വലിയ പ്രതിസന്ധിക്കകത്തുള്ളവരെ കുറിച്ചാണ് ഇത് പറയുന്നത് കേട്ടോ. വെള്ളവും ഇല്ല, ഒന്നുമില്ല. എന്ന് വെച്ചാൽ ജീവിതത്തിനകത്ത് നോക്കിയാൽ പൈസയും ഇല്ല, ആരോഗ്യവും ഇല്ല, സാഹചര്യവും ഇല്ല, ഒന്നുമില്ല. സകലതും വറ്റിയാ കിടക്കുന്നത്, ഒരു റിസോഴ്സും ഇല്ല, എല്ലാം വറ്റിയാ കിടക്കുന്നത്. എന്നിട്ട് അവരെ കുറിച്ച് ഞാൻ അവർക്ക് ഉത്തരം നൽകും. ഉത്തരം തരാത്ത ദൈവമല്ല. അല്ല, നിങ്ങൾ ചോദിച്ചാൽ, അപേക്ഷിച്ചാൽ, പ്രാർത്ഥിച്ചാൽ മറുപടി തരാത്ത, ഏതോ ചെവി കേൾക്കാത്ത ദൈവമല്ല. ഹല്ലേലൂയ. മറുപടി നൽകുന്ന ദൈവമാ, ഇടപെടുന്ന ദൈവമാ, സംസാരിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഊമ വിഗ്രഹങ്ങളെ പോലല്ല, എൻ്റെ കർത്താവ് മറുപടി നൽകുക തന്നെ ചെയ്യും. എന്നിട്ട് ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടത്തില്ല, ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം ആരാണെന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് വന്നാൽ ഞാൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. എൻ്റെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ, സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് സകല അത്ഭുതങ്ങളുടെയും ഉറവിടമാണ്. ഹല്ലേലൂയ. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യുന്നതപരമായി ചെയ്തെടുക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മൾ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ? എൻ്റെ കർത്താവിന് സകലത്തിലും കഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ എൻ്റെ കർത്താവ് നമ്മളെയൊക്കെ വിളിച്ചിറക്കിയത്. ഹല്ലേലൂയ. ആരോ പറയുന്ന കടങ്കഥ കേട്ടല്ല നമ്മൾ ആരും ഇറങ്ങിയത്. യേശുവിൻ്റെ മുഖം കണ്ടിറങ്ങിയതാണെങ്കിൽ വിശ്വസിക്കണം, എത്ര വലിയ വിഷയമാണെങ്കിലും ആ വിഷയങ്ങൾ എൻ്റെ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങും. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മുട്ടുമടങ്ങും. എൻ്റെ കർത്താവ് ഒന്ന് വിരളഞ്ഞൊടിക്കുമ്പോൾ ഓടിപ്പോകും. ഹല്ലേലൂയ. ഇന്ന് ബോധ്യമുണ്ടാണ്. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, എൻ്റെ യേശു ആരാണെന്നുള്ള ബോധ്യം എനിക്കൊന്ന് തരണം. സ്തോത്രം. നിങ്ങളുടെ തല മൊത്തം, നിങ്ങളുടെ ചിന്തകൾ മൊത്തം, നിങ്ങളുടെ ജീവിതം മൊത്തം ഈ പവർഫുള്ളായ ദൈവത്തിൻ്റെ ഇമേജും കൊണ്ട് നിറയണം. ഹല്ലേലൂയ. ഏത് കാര്യം കണ്ടാലും ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയണം, എൻ്റെ ദൈവം ആരാണെന്നറിയോ? എൻ്റെ ദൈവത്തിന് എൻ്റെ സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റും. എൻ്റെ ദൈവത്തിന് സകലതിനെ നേരെയാക്കാൻ പറ്റും. ഹല്ലേലൂയ. എത്ര ബുദ്ധിക്കും ജ്ഞാനത്തിനും അറിവിനും കഴിവിനും അപ്പുറമാ എൻ്റെ കർത്താവിൻ്റെ മഹത്വം. ഹല്ലേലൂയ. ഈ മഹത്വമുള്ള ദൈവത്തിൻ്റെ, എൻ്റെ യേശുവിൻ്റെ പൂർണ്ണ മഹത്വത്തിനകത്തേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന് കാഴ്ചപ്പാടുകളെ മാറ്റട്ടെ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ ആ വലിപ്പം അകത്ത് കയറി നിറഞ്ഞു നിൽക്കട്ടെ. സ്തോത്രം. കർത്താവ് സകലത്തിലും മതിയായവനാ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്ന, ആരോടൊക്കെ പറയാ, കടക്കാർ വന്ന് നിങ്ങളെ മുക്കിക്കളയത്തില്ല. ഹല്ലേലൂയ. ധൈര്യപ്പെട്ടിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം യേശുവിൻ്റെ ശബ്ദമായിരിക്കണം. ബ്ലെസ് യു. കർത്താവ് സകലത്തിലും നിറയ്ക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.